നമസ്കാരം. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തുന്നത് 12 ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ്. അടുത്ത മാസം ഷെയ്ഖ് ഹസീന ചൈന സന്ദർശിക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപര്യപ്രകാരം വീണ്ടും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ചൈനയുമായി അടുക്കുന്നുവെങ്കിലും ഇന്ത്യ എപ്പോഴും തങ്ങളുടെ സുപ്രധാന പങ്കാളി തന്നെയെന്ന് ബോധിപ്പിക്കാനുള്ള ബംഗ്ലാദേശിന്റെയും അതിനൊപ്പം തന്നെ മാലിദ്വീപിനും ശ്രീലങ്കയ്ക്ക് പാകിസ്ഥാനും പിന്നാലെ ബംഗ്ലാദേശ് കൂടി ചൈനീസ് സ്വാധീനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെയും ഒക്കെ ഫലമാണ് ഹസീനയുടെ ഈ വരവ്. എന്തായാലും ഇതിനിടയിൽ ഒരു സുപ്രധാന നീക്കം നടത്തുന്നുണ്ട്. അതും തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് മോദി ഇങ്ങനെ ഒരു പ്രപ്പോസൽ ആലോചിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജും ബംഗ്ലാദേശിലെ മിർപൂർ ഡിഫൻസ് കോളേജും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കരാർ ഇരു നേതാക്കളും ഒപ്പുവച്ചേക്കും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത സൈനിക അഭ്യാസവും ചർച്ചയാകാൻ ഉള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും റോഡ് റെയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ തന്നെയായിരിക്കും ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ബംഗ്ലാദേശ് മൈത്രി സേതു പാലത്തിന്റെ ഉദ്ഘാടന തീയതി, രാംപാൽ മൈത്രി താപനിലയത്തിന്റെ 2ാം യൂണിറ്റ് കമ്മീഷൻ ചെയ്യൽ എന്നിവയിൽ നേതാക്കൾ തീരുമാനമെടുത്തേക്കും. മൈത്രി സേതുവിന്റെ ഉദ്ഘാടനം സെപ്റ്റംബറിൽ നടത്താനാണ് ഇന്ത്യയും ബംഗ്ലാദേശും തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിവരം കൂടിയുണ്ട്. പ്രതിരോധ രംഗത്തും രണ്ട് രാജ്യങ്ങൾക്കും നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശുമായി തർക്കം നിലനിൽക്കുന്ന തീസ്ത നദി ചൈനീസ് പിന്തുണയോടെ ആഴം കൂട്ടാനുള്ള ബംഗ്ലാദേശിന്റെ തീരുമാനവും ചർച്ചയുടെ ഭാഗമായേക്കും. ബംഗ്ലാദേശിലെ MP ആയ അനാവറുൾ ബംഗാളിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവം, അതിനോടൊപ്പം തന്നെ റോഹിംഗ്യൻ അഭയാർത്ഥി പ്രശ്നം, ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധം എന്നിവയും മോദി ഹസീന ചർച്ചാ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും അധികം ശ്രദ്ധ ലഭിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജും ബംഗ്ലാദേശിലെ മിർപൂർ ഡിഫൻസ് കോളേജും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന വിഷയം തന്നെയായിരിക്കും. അങ്ങനെ ഒരു സഹകരണം ഉണ്ടാവുകയാണ് എങ്കിൽ അയൽ രാജ്യത്തെ മാത്രമല്ല മറിച്ച് ദക്ഷിണേന്ത്യയിൽ കൂടി BJPയുടെ അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ ഒരു സ്വാധീനം വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും. നിലവിൽ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ചർച്ചയെ സസൂക്ഷ്മം തന്നെയാണ് ലോകരാജ്യങ്ങളും വീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.